ദിസ് ഇസ് മൺഡേ മോർണിംഗ്. ഇന്ന് നമ്മുടെ നാട്ടിലൊരു കുഞ്ഞു കല്യാണമുണ്ട്. കല്യാണ വണ്ടി ഇവിടുന്ന് 10:30 പുറപ്പെടും. അപ്പം അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. രാവിലെ ഞാൻ 3 മുട്ട എടുത്ത് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. രാവിലത്തെ കോഫി ഇട്ട് കഴിഞ്ഞിട്ട് കോഫി കുടിക്കുന്നതിന്റെ കൂടെ തന്നെ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വൃത്തിയാക്കി എടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലങ്ങ് അരിഞ്ഞെടുത്തിട്ട് സവാളയൊക്കെ ഒന്ന് കഴുകി ചോപ്പറിലൊന്ന് നന്നായിട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചോപ്പറിൽ അരിയുന്ന സവാള പെട്ടെന്ന് ബ്രൗൺ കളറായി കിട്ടത്തില്ല. അതിനൊരു ഐഡിയ ഉണ്ട്. അതൊന്ന് പിഴിഞ്ഞ് അതിലേക്ക് ചേർത്താൽ മതി. സവാള പിഴിയുന്ന വെള്ളം കറിയിൽ ലാസ്റ്റ് ചേർക്കുകയും ചെയ്യാം. അപ്പോൾ മുട്ടക്കറിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. വെളിച്ചെണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും വഴറ്റി അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ബ്രൗൺ കളർ ആയപ്പോൾ അതിലേക്ക് പൊടികളായിട്ട് ഗരം മസാലയും മഞ്ഞപ്പൊടിയും ഇത്തിരി കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് സാദാ മുളക് പൊടി, നിറത്തിന് കുറച്ച് കാശ്മീരി മുളക് പൊടി. ഇന്നലെ രാത്രിയെ ഇവിടെ ദോശയ്ക്ക് തക്കാളി കറിയായിരുന്നു. 3-4 തക്കാളി അരച്ച് ചേർത്തിട്ടുള്ള കറിയാണ്. അതിന്റെ ബാക്കി കളയണ്ടല്ലോ. തക്കാളിക്ക് പകരം കറിയിലേക്ക് അത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അങ്ങ് തിളയ്ക്കാൻ വെച്ചു. ഗ്രേവി തിളച്ച് വന്നപ്പോഴേക്ക് അതിൽ 3 എഗ്ഗും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് തീ ഒന്ന് സിമ്മിലാക്കി ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോഴേക്ക് നിലുവ് എണീറ്റിരുന്നു. അപ്പങ്ങൾ എമ്പാടും പിന്നെ ഒറ്റ കൈ കൊണ്ട് ചുട്ടെടുക്കേണ്ടി വന്നു. പിന്നെ അവൻ അമൃതം കാച്ചിയതും 3 കാടമുട്ടയുമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുന്നത്. കാടമുട്ട വെറും വയറ്റിൽ ചിലപ്പോൾ അവൻ നോക്കാനിക്കും. അതുകൊണ്ട് ഇത്തിരി സോൾട്ടും പെപ്പറും ഇട്ടിട്ടാണ് കൊടുത്തത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മുടി ഇസ്തിരി ഇടാനുണ്ടായിരുന്നു. ഈ വണ്ടിയും കല്യാണത്തിന് പോകാനായിട്ട് തന്നെയാണ് ഒരുങ്ങുന്നത്. പക്ഷെ അതിൽ നമ്മളെ കയറ്റത്തില്ല. ചെറുക്കൻ്റെ കൂട്ടുകാർക്കുള്ള വണ്ടിയാണ് ആ വണ്ടി. സേറമോൾ അപ്പോഴത്തേക്ക് റെഡിയായിട്ട് വന്നു. 2 സുന്ദരന്മാരെ ഒരുക്കി ഞങ്ങൾ കല്യാണ വണ്ടിയിലോട്ട് കയറാൻ പോവാം. സേറയുടെ കൂടെ സേറയുടെ അമ്മൂമ്മയും വരുന്നുണ്ട് കേട്ടോ. പുറകെ എല്ലാവരും വന്ന് ഈ വണ്ടിക്കകത്ത് കയറും. തിരുമുല്ലവാരം പള്ളിയിൽ വെച്ചിട്ടാണ് കല്യാണം. നമ്മുടെ ഈ വണ്ടി തീരദേശ റോഡിൽ കൂടെയാണ് പോകുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ പകുതി പൊളിഞ്ഞ് ഞങ്ങളുടെ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതേ ഉള്ളൂ. കാണാൻ ഇത്ര ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും വണ്ടിക്കകത്തും പൊതുവേ ഞങ്ങളുടെ നാട്ടിലും ഏപ്രിൽ മെയ് മാസത്തിലെ ചൂട് അൺസഹിക്കബിളാണ്. ഹാർബറൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ദേ പള്ളിയിലെത്തി. പള്ളിയുടെ പരിസരത്തൊന്നും നമുക്കങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വെയിലും ചൂടും ഉണ്ട്. 11:30 ആയപ്പോഴത്തേക്ക് പൂജ തുടങ്ങി. അപ്പോൾ ഇനി മിന്നുകെട്ട് കണ്ടേച്ച് വരാം. ഇന്നലെ രാത്രി 11 മണി വരെ ഞാൻ കുത്തിയിരുന്ന് തേച്ച് മിനുക്കിയെടുത്ത സാരിയാണ് പായായിട്ട് വിരിച്ച് ഇവന്മാർ 2 പള്ളിയിൽ കിടക്കുന്നത്. ദില്ലിയമ്മച്ചി എൻ്റെ അമ്മൂമ്മയാണ് കേട്ടോ കുർബാന എടുത്തിട്ടാണ് പോയത്. കെട്ടൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ നിന്ന് ഫോട്ടോയും എടുത്ത് ചെക്കനും പെണ്ണും പള്ളി ഹാളിലേക്ക് വന്ന് അവർ കേക്ക് മുറിച്ച് കഴിഞ്ഞാലേ നമുക്ക് കേക്കും വൈനും ഒക്കെ കിട്ടത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ടാണ് ഫുഡ്. ആദ്യം അപ്പവും സ്റ്റൂവും ചിക്കൻ ഫ്രൈയും, പിന്നെ ചോറും മീൻകറിയും വേണമെങ്കിൽ അങ്ങനെ, ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും വേണമെങ്കിൽ അങ്ങനെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല രീതിക്ക് മുതലാക്കിയിട്ട് ഞങ്ങളിതേ തിരിച്ച് ബസ്സിൽ കയറി. ഇങ്ങോട്ട് പോരുന്ന വഴിയിൽ നിലു ഉറക്കവും ആയി. പുതിയതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി. നമുക്കിനി നാളെ കാണാം.